ടാറ്റാ. ടീച്ചർ പോകുമ്പോൾ ടീച്ചർ കൂടെ പോരെ, നാളെ പോവാ. ഇത് ഋതുമോളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എല്ലാവരും പോയിട്ടുണ്ടാവും, പക്ഷെ ഋതുമോളുടെ ഫുഡിങ് മാത്രം കഴിഞ്ഞിട്ടുണ്ടാവില്ല. 8 ആളുണ്ടായിരുന്നു കേട്ടോ ടോട്ടല്. ഇപ്പോൾ ഇവിടെ 2 ആളുള്ളൂ, ബാക്കി 6 ആളും പോയിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഭക്ഷണം കഴിക്കും, ചിലർക്ക് ഇഷ്ടമല്ലെങ്കിൽ കഴിക്കാറുണ്ടായിരുന്നില്ല. നമ്മുടെ ആൾ പിന്നെ എല്ലാറ്റിനും മുന്നിൽ വന്നിരിക്കാറുണ്ട്, പക്ഷെ കഴിക്കുന്ന കാര്യം ലേശം പിന്നാക്കാണ്. ഈ ഇരിപ്പ് അങ്ങോട്ട് ഇരിക്കും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവളോട് നീറ്റോളാൻ പറയും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ്. ഇത് വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. പോകുമ്പോൾ ഇവള് കുട്ടീനെ എടുക്കാനായിട്ട് നടന്നിട്ട് പോകും. തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വണ്ടിയിൽ വരികയാണ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇവന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്തിനാണെന്നറിയില്ല, ഉറങ്ങി എണീറ്റപ്പോൾ തൊട്ട് കരച്ചിലായിരുന്നു പറഞ്ഞു. അപ്പോൾ വെറുതെ അവളെടുത്ത് കുറച്ച് നേരം നിന്നു കേട്ടോ. നമ്മുടെ ആൾ പിന്നെ കരഞ്ഞു തുടങ്ങി. ഋതുമോള് ഫസ്റ്റ് ആയില്ല, മറ്റേ കുട്ടിയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഈ അടഞ്ഞിട്ടിരിക്കണം ചുണ്ട് ഒന്ന് പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ വിദ്യാർത്ഥി യുദ്ധം അവസാനിപ്പിച്ച് പോരാൻ നോക്കിയ സമയം 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എത്രയും സെറ്റ് വെയിറ്റ് ചെയ്യുന്നത്, എന്തായാലും കഴിച്ച് അവസാനിപ്പിക്കില്ല. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവരെ വീട്ടിൽ കൂടെ നാക്കിയിട്ട് ഞാൻ ആര്യമ്പാടത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ 2-3 ദിവസമായി പറയണു വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൂടെയെന്ന്. ഞാൻ ഈ കൂറലുക്കിലണ്ട പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന വേഷം തന്നെയാണ് അതിനെടുത്ത് പിന്നെ ആര്യമ്പാടം വരല്ലേ, വണ്ടിയിലല്ലേ വിചാരിച്ച്. നടക്കുകയാണെങ്കിൽ കുറച്ച് മടി വരും. അങ്ങനെ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇത് മൈദയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പാടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് പിന്നെ തോന്നി കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോയാലോ എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നു, 2 വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഗംഭീര കളിയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് മിഠായി വാങ്ങണേന്ന്. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം കൂടി ഉണ്ടല്ലോ, അപ്പോൾ 2 ആൾക്കും കൂടി ഞാൻ ജെംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരെണ്ണം തരുമോ ചോദിച്ചാൽ ഞാൻ കുറേ ആയിരുന്നു കേട്ടോ, എനിക്ക് തന്നില്ല. അട ഉണ്ടാക്കാനായിരുന്നു കേട്ടോ പ്ലാൻ. അപ്പം ഞാൻ താഴത്തുനിന്ന് വാഴയിലൊക്കെ കീറി കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ പിന്നെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മൈദൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ലേശം വെള്ളം കൂടിപ്പോയി. പിന്നെ ഞാൻ വീണ്ടും മൈദ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൈദ കൊണ്ടുള്ള അട. ആദ്യം ഗോതമ്പും അരിയൊക്കെ ഇട്ടിട്ട് കഴിക്കാറുണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അതൊന്നും ശരിക്കൊരു ടേസ്റ്റ് ഇല്ല എന്ന് തോന്നാറുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം മൈദയുടെ അട. ഇത് ഉണ്ടാക്കാൻ കുറച്ച് പണിയുള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് 2 ദിവസമൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ആവശ്യം വരുന്ന സമയത്ത് എടുക്കുന്നു, പിന്നെ വീണ്ടും ഒന്ന് ഇഡ്ഡലി ചെമ്പിൽ അങ്ങനെ ഇട്ട് ആവി കയറ്റും. ഞാൻ പിന്നെ അതിരുന്ന് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ടോട്ടലി മധുരത്തിൻ്റെ ഒരാളാണ്. ഡയറി മിൽക്ക് അങ്ങനെ കുറേ മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം മധുരം കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഗുണ്ട് ആയിട്ടുണ്ട്, പക്ഷേ എനിക്കത് ഒഴിവാക്കാൻ തോന്നാറില്ല. പിന്നെ ഇത് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് കയ്യിലോണ്ട് ഇട്ടിട്ട് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആക്കുമ്പോൾ ആവുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ അതിൽ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. ഞാൻ മേലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തുണികൾ മടക്കാനായിട്ടുള്ളത് കട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അങ്ങനെ കുറച്ച് നേരം ഋതുവിനായിട്ട് അടിപിടിയായി. അങ്ങനെ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.